തന്റെ 10-ാം വയസ്സിൽ കത്തുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലും കലാസുഭകമാർന്ന ഒരാകാശം സ്വപ്നം കണ്ടൊരു കുഞ്ഞു പെൺകുട്ടി മഹേശ്വരി. ആടാനും പാടാനും അഭിനയിക്കാനും മിടുക്കിയായിരുന്ന അവൾ തോപ്പിൽ ഭാസി എന്ന നാടകാചാര്യന്റെ പ്രിയപ്പെട്ട ശിഷ്യയായപ്പോൾ കാലം അവളെ സ്വപ്നതുല്യമായ ഒരു അരങ്ങിലേക്ക് കൈപിടിച്ചാനയിച്ചു. KPAC, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. മലയാളി കണ്ട എക്കാലത്തെയും വലിയ ആ നാടക തറവാട്ടിലൂടെ അവളന്ന് നാടിന്റെ അകമറിഞ്ഞ് നടനമറിഞ്ഞ് മലയാളികളുടെ പ്രിയപ്പെട്ട KPAC ലളിതയായി. ഗോഡ്ഫാദറായ സാക്ഷാൽ തോപ്പിൽ ഭാസിയിൽ നിന്ന് തന്നെ അഭ്രപാളിയിലും ഹരിശ്രീ. 70കൾക്ക് ലളിതയുണ്ട് എന്നായിരുന്നെങ്കിൽ 80കൾ മുതൽ ലളിതയില്ലെങ്കിൽ പറ്റില്ല എന്ന അവസ്ഥയായി. ആർക്കും അത്ര എളുപ്പം അനുകരിക്കാനാവാത്ത അഭിനയത്തിന്റെ ആ ലളിത ലാവണ്യം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഓർമ്മയിൽ എന്നും KPAC ലളിത. ഇതിനകത്തേക്ക് കാലെടുത്ത് കൂത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. കുറെ നാളായി നിങ്ങൾക്ക് ആനയെ വാങ്ങണം എന്നുള്ള മോഹം തുടങ്ങിയിട്ട്. ആ പെണ്ണിനെ ഇറക്കിവിടാനുള്ള വഴി എന്താ വെച്ചാ നോക്കൂ. നിന്നോട് ആയട പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്. അത് റാവത്തേടെ മുമ്പിൽ വെച്ച് ഞാൻ സാരിയാണല്ലോ എടുത്തിരിക്കുന്നത്. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. നീ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച. തള്ള ചത്തില്ലേ? ഇല്ലടാ നാറി. അയ്യോ നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ലളിത ചേച്ചിയുടെ ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് ഇന്ന് ആദ്യം നമ്മളോട് ചേരുന്നത് പ്രതിഭാധനനായ ഒരു സംവിധായകനാണ്. ഉള്ളുലയ്ക്കുന്ന മിഴുനീർ പൂക്കളുമായി മലയാള സിനിമയിലേക്ക് എത്തിയ ഒരാൾ. എത്രയോ ചിത്രങ്ങളിലൂടെ സെല്ലുലോയിഡിൽ നിറം പകർന്ന ഒരാൾ. എഴുത്തുകാരൻ, സംവിധായകൻ. ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കമൽ സാർ. കമൽ സാർ സ്വാഗതം. ഓർമ്മയിലെന്നും KPAC ലളിത ചേച്ചി. ലളിത ചേച്ചി കമൽ സാറിന്റെ സിനിമകളിൽ അഭിനയിച്ചതിന്റെ ഒരു ചെറിയ കണക്ക് പറയുകയാണെങ്കിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മാധവി അമ്മ മുതൽ ആമി എന്ന ചിത്രത്തിലെ ജാനു അമ്മ വരെ 30 വർഷങ്ങൾ നീണ്ട ഒരു ബന്ധമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് കമൽ സാറ് ഭരതൻ സാറിന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ ആ സമയത്ത് ലളിത ചേച്ചി സിനിമയിലുണ്ട്. അന്നേ പരിചയമുണ്ടോ അതോ സിനിമ ചെയ്തപ്പോഴാണോ പരിചയം? തീർച്ചയായിട്ടും. ഞാൻ ആ വീട്ടിലൊരു നിത്യ സന്ദർശകനായിരുന്നല്ലോ. എപ്പോഴും പോവും. ചേച്ചി എന്താ പറയാ, ആതിഥേയായിട്ട് ഒരുപാട് കാലം. അതിനു മുമ്പും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെ കുറേ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ ലളിത ചേച്ചിയായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. ഞാൻ ചേച്ചി ആദ്യം കാണുന്ന ആരവ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭരതേട്ടൻ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്താണ്. ഒരിക്കൽ ബഹദൂർ ആയിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ. അന്നാണ് ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എത്ര കൊല്ലം ആദ്യമായിട്ട് കണ്ട ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് കമൽ സാറ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. അതിനുശേഷം ഇത്രയും കാലഘട്ടം ഇന്ന് നമുക്ക് പെട്ടെന്ന് പറയുമ്പം അക്കങ്ങളായി പറയുമ്പോൾ 5 വർഷം 10 അല്ലെ 30 എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു ജീവിതവുമായി ബന്ധപ്പെടുത്തിയത് പറയുമ്പോൾ ഒരു 30 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലപരിധിയാണ് അല്ലേ? അതില് കമൽ സാറിനെ പോലെ ഒരാള് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു 70കളിലൊക്കെ ലളിത ചേച്ചി ഉണ്ടേ നല്ലതെന്നാണ്. 80കൾ കഴിഞ്ഞതോടുകൂടി ലളിത ചേച്ചി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ആലോചിച്ച് ഇത് ലളിത ചേച്ചി തന്നെ ചെയ്യണമെന്ന് ആലോചിച്ച് കാസ്റ്റ് ചെയ്യപ്പെട്ട കഥാപാത്രം ഏതായിരിക്കും സാറിന്റെ? കുറേ ഉണ്ട്. അതിൽ പെട്ടെന്ന് ഇപ്പോൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളുടെ കാര്യം പറഞ്ഞു. മാധവമ്മ ആ ക്യാരക്ടർ ഞങ്ങളിങ്ങനെ കഥ ആലോചിക്കും ആദ്യം തീരുമാനിച്ച ചേച്ചിയാണ്. കാരണം ചില കഥാപാത്രങ്ങൾക്ക് പകരം വെക്കാൻ ആളില്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഞാൻ നടൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ നടൻ എന്ന് പറഞ്ഞ ജയറാം അഭിനയിച്ച അതിൽ ഒരു നാടകക്കാരിയുടെ ക്യാരക്ടറുണ്ട്. അത് ത്രൂ ഔട്ട് ചേച്ചി ഉണ്ടായിരുന്ന ഒരു നല്ല ക്യാരക്ടറായിരുന്നു ചേച്ചിയുടെ. രാധാമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ചേച്ചി ഇല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം നാടകമായിട്ട് അത്രയും അനുഭവമുള്ള ഒരാളെന്ന് പറയുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ അത് ഞാൻ കഥ ചേച്ചിയോട് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, ഓഹ് ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നു.